പ്രേമ, ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ഈ സിന്ധു നദിയുടെ പ്രശ്നം, പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കടുത്ത തീരുമാനമൊക്കെ എടുത്തിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ കാര്യം ഇങ്ങനെ സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്, അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ കാലാവസ്ഥാ വകുപ്പ് മന്ത്രിയുടെ ഒരു ഭീഷണി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളം കൊടുക്കുന്ന അവർക്ക് ശരിക്കും പണി കിട്ടിയിട്ടുണ്ട് ആ കാര്യത്തിൽ. കാര്യം അത്ര കടുത്ത പണി ഇങ്ങോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്, അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി? ഇപ്പം ഞാനടക്കം പലവരും പറഞ്ഞു വെക്കുന്നതിൽ ഒരു ഗുരുതരമായ തെറ്റുണ്ട്. എല്ലാവരും പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കൽ. വാസ്തവത്തിൽ അതല്ല. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കൽ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെയാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. അത് പാകിസ്ഥാന് കൊടുത്തൊരു കൃത്യമായ സന്ദേശമായിരുന്നു. അപ്പൊ ആ സന്ദേശം പാകിസ്ഥാൻ ഉൾക്കൊണ്ടില്ല. അപ്പൊ അതിന്റെ പിന്തുടർച്ചയായിട്ട് പഹൽഗാമിന് മുമ്പ് തന്നെ ഇത് ചെയ്തായിരുന്നു. അല്ല, പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെയാണ് സിന്ധു നദിയിലെ കരാർ റദ്ദാക്കിയത്. അതുകൊണ്ട് പാകിസ്ഥാന് ആ ഒരു മെസ്സേജ് എന്താണെന്ന് പാകിസ്ഥാന് മനസ്സിലായില്ല. അവർ ആ ബലംപിടുത്തം തുടർന്നു, ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. അപ്പൊ ഇതെല്ലാം അടുത്തടുത്താണ് നടക്കുന്നത്, ഒരേ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയെന്ന് വെച്ചാൽ അത് മരവിപ്പിച്ചു വെച്ചേക്കുക, പൂർണ്ണമായി റദ്ദാക്കി എന്ന് പറയാനോ മരവിപ്പിച്ചു വെച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം നമ്മൾ പൊതുവിൽ ധരിക്കുക പാകിസ്ഥാനായിട്ടുള്ള വെള്ളമൊഴുക്ക് ഏതാണ്ട് നിലച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ പൊതുവിൽ ധരിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. വാസ്തവത്തിൽ വെള്ളമൊഴുക്കിന്റെ തോതിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന്റെ തന്നെ കണക്ക് പ്രകാരം ഏതാണ്ട് 12 മുതൽ 21% വരെ വെള്ളമൊഴുക്ക്, പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ കരാർ മരവിപ്പിച്ചത് കൊണ്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം ഇത് രണ്ട് രാജ്യങ്ങൾ പരസ്പരം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളമൊഴുകുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. മുകളിലുള്ള രാജ്യം ഇന്ത്യയാണ്. ഇപ്പൊ തിബറ്റ് ആ ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം നോക്കുമ്പോൾ ആ തല പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിലേക്കൂടി വളഞ്ഞു തിരിഞ്ഞ് പാകിസ്ഥാനിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഈ സിന്ധു നദി. 6 നദികൾ, സിന്ധു അടക്കം 6 നദികൾ, സിന്ധു നദിയുടെ 6 പോഷക നദികളും സിന്ധു നദിയും, ഇതാണ് ഈ കരാറിന്റെ ഉള്ളത്. അപ്പോൾ മുകളിലുള്ള രാജ്യമായ ഇന്ത്യയിലാണ് സുപ്രധാന സംഗതികൾ ഉള്ളത്. കാര്യം ഇന്ത്യക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള മഴയുടെ ലഭ്യതയും വെള്ളം എപ്പോഴാണ് തുറന്നു വിടുന്നത്, എപ്പോഴാണ് അടയ്ക്കുന്നത്, ഇക്കാര്യങ്ങളെല്ലാം മുൻകാലങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് പ്രോപ്പർ ചാനലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇപ്പം ഈ കരാർ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല. അപ്പം അതാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ തിരിച്ചടി. കാരണം പാകിസ്ഥാന് വെള്ളം ആവശ്യമുള്ള സമയത്ത് ഇത്തിരി വെള്ളം തരൂ എന്ന് ഔദ്യോഗിക ചാനലിൽ കൂടി ആവശ്യപ്പെടാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴാണ് വെള്ളം തുറന്നു വിടുന്നതെന്ന് അവർക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അവർ ആഗ്രഹിക്കാത്ത സമയത്ത് വെള്ളം ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇതാണ് ബേസിക് പ്രോബ്ലം. നമുക്കൊരു പരിധി വരെ ഈ വെള്ളം തടഞ്ഞു വെക്കാൻ സാധിക്കില്ല. അതിന്റെ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 മുതൽ 21% വരെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതില് 6 നദികൾ, അതില് 3 ഇന്ത്യയുടെ കസ്റ്റഡിയിൽ, ഒന്ന് രവി, ബയാസ്, സത്ലജ്, ബാക്കി സിന്ധുവും അതേപോലെ ചെനാബ്, ഝലം, ഈ 3 നദികളും പാകിസ്ഥാന്റെ അണ്ടറിൽ. ഇതാണ് പൊതുവിലുള്ള രീതി. അപ്പോൾ ഇതിൽ ഈ ചെനാബ് നദി എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള സംഗതിയാണ്. ആ ചെനാബ് നദിയിലെ വെള്ളം ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇന്ത്യയിലോട്ട് ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള പണിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതെല്ലാം നമ്മുടെ ഈ കാശ്മീരിന്റെ ഇന്ത്യയുടെ ഭാഗമായി കിടക്കുന്ന ആ ഭാഗത്തൂടി കടന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഈ ചെനാബ് നദിയിലെ വെള്ളം വഴിതിരിച്ചു വിടാനുള്ള പരിപാടികൾ ഇന്ത്യ നടത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് പാകിസ്ഥാന് വലിയ ഒരു തിരിച്ചടി. ഇപ്പോൾ അവർക്ക് അത്ര തീവ്രത ഇല്ലെങ്കിലും ഒരു 10 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ നല്ല പണി കിട്ടും. കാര്യം ഇന്ത്യയുടെ നടപടികൾ ആ രീതിയിലാണ്. ഈ സിന്ധു കാര്യം നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി CR പാട്ടീൽ അത് പറഞ്ഞിട്ടുമുണ്ട്. 2027 സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് കിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുപോലെ പരമാവധി ആ വെള്ളം ഇന്ത്യയിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇനി മനസ്സിലാക്കി വെക്കണം, പാകിസ്ഥാനിലെ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി മുസാദിഖ് മാലിക്, അദ്ദേഹം നിക്കക്കള്ളി ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ അവകാശപ്പെട്ട വെള്ളത്തിന്മേൽ ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ചാൽ അങ്ങനെ ശ്രമിക്കുന്നവരുടെ കൈകൾ ഞങ്ങൾ വെട്ടിമാറ്റും.
കടുത്ത ഭീഷണി, ഉഗ്രപ്രതിജ്ഞയൊക്കെ നടത്തിയേക്കുന്നത്. അതായത് പാകിസ്ഥാനുള്ള വിഹിതം ഇന്ത്യ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ആരെയും തടസ്സപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അയൽ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ടാപ്പ് നിയന്ത്രിച്ചു വെച്ചേക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ആകാശമാർഗം പോലും ഞങ്ങൾ ആക്രമിക്കാൻ നോക്കി, അപ്പോഴൊക്കെ ഞങ്ങൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളി തള്ളിവിട്ടേക്കുന്നത്. ഇനി ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യയിലെ പല മേഖലകളും ഇപ്പൊ ഈ ഉഷ്ണതരംഗത്തിൽ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സിന്ധു നദി എന്ന് പറയുന്നത് നമുക്ക് ആ വെള്ളം ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചാൽ, നമ്മുടെ ഇപ്പൊ നമ്മൾ കാശ്മീരിനെ കുറിച്ച് പൊതുവിൽ ധരിച്ചു വെച്ചേക്കുന്ന മഞ്ഞ് മൂടിയ മേഖല, അവിടെ പോലും വരണ്ടുണങ്ങിയ പ്രദേശങ്ങളുണ്ട്. അപ്പൊ അവിടെ അടക്കം ജലസേചനം കൃത്യമായി നടത്താൻ നമുക്ക് ഈ സിന്ധു നദി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ ചെനാബിലെ, അതായത് പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെനാബ് നദിയിലെ വെള്ളം ഒരു ടണൽ നിർമ്മിച്ച് ബിയാസ്, ഇന്ത്യയുടെ അണ്ടറിലുള്ള ബിയാസ് നദിയിലേക്ക് വഴിതിരിച്ചു വിടാനായിട്ടുള്ള പരിപാടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി 2352 കോടി രൂപയുടെ പദ്ധതി, അതിനു വേണ്ടിയിട്ട് 8.7 കിലോമീറ്റർ വരുന്ന തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുക. 2029 ജൂലൈയിൽ അതിന്റെ നിർമ്മാണം പൂർത്തിയാകും. കൂടാതെ ഭവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി, അത് ചെനാബിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജമ്മു കാശ്മീരിലെ റംബാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതിന്റെ പദ്ധതി പ്രദേശം. 5129 കോടി രൂപയുടെ മെഗാ പ്രൊജക്റ്റാണ്. 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 1856 മെഗാവാട്ട്. നമ്മുടെ ഇടുക്കി ഡാമില്ലേ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി കഷ്ടിച്ച് 700 ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി 700 ഉള്ളൂ. അപ്പോഴാണ് അവിടെ പോയി നമ്മൾ 1856 മെഗാവാട്ടിന്റെ പദ്ധതി ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പൊ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പാകിസ്ഥാനിലോട്ടുള്ള വെള്ളം ഒഴുക്കിൽ വലിയ കുറവുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഈ ചെനാബ് നദിയിലെ ബെഗ്ലിഹാർ എന്ന് പറയുന്ന ഡാം നമ്മൾ താൽക്കാലികമായിട്ട് അടച്ചു വെച്ചിരുന്നു. അപ്പൊ 90% വെള്ളമൊഴുക്ക് നിലച്ചായിരുന്നു. അപ്പൊ ഈ രീതിയിൽ ഇപ്പോൾ നിലവിലെ പാകിസ്ഥാനിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ജലക്ഷാമം അവിടെ അനുഭവിക്കുന്നു. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തുവിട്ടു. 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാനിൽ ഒരു പൗരന് കിട്ടുന്ന, ഒരു വർഷം കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് 5000 ക്യൂബിക് മീറ്റർ പെർ ഇയർ ആയിരുന്നു. ഇപ്പോൾ ആ കിട്ടുന്നത് പരമാവധി 899 ക്യൂബിക് മീറ്റർ പെർ ഇയർ. ഒരു വർഷം 899 ക്യൂബിക് മീറ്റർ, ഒരുപാട് കുറവ്. അതായത് അതീവ ഗുരുതര സാഹചര്യമൊന്ന് ഐക്യരാഷ്ട്രസഭ കണക്കാക്കിയേക്കുന്നത് 1000 ക്യൂബിക് മീറ്റർ പെർ ഇയർ ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതിലും താഴെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ കിട്ടുന്നത്. അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, പൊരിഞ്ഞടി നടക്കുന്നു. ഇനി ഈ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഭരണപരാജയമാണ്. അവരുടെ രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങൾ. കഴിഞ്ഞ ദിവസവും അവിടെ കറാച്ചിയിൽ ഭീകരാക്രമണം ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി അവര് അതിർത്തി കടന്ന് വ്യോമാക്രമണം 29 പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് നിരന്തര സംഘർഷങ്ങൾ നടന്നുകൊണ്ട്, അതിർത്തിയിൽ സംഘർഷം. പാക് അധീന കശ്മീരില് ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര പ്രശ്നമായി തീർന്നിരിക്കുന്നു. ഭരണകൂടത്തിനെതിരെ ജനം തെരുവിലിറങ്ങി നിൽക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് രാജ്യം വേണോ. ഇതുകൂടാതെ പാകിസ്ഥാനിലെ തന്നെ മുഖ്യ പ്രതിപക്ഷമായ ഇമ്രാൻഖാന്റെ തെഹ്രീക്കെ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി ഭരണകൂടത്തിനെതിരെ അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം അദ്ദേഹം ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ സമരവുമായിട്ട് രംഗത്താണ്. കൂടാതെ ആ രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരത, അവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പോലും ഭരണം നിയന്ത്രിക്കുന്നത് പട്ടാളമാണ്. അവിടുത്തെ പരമോന്നത സൈനിക മേധാവിയായ അസീം മുനീറാണ് അവിടുത്തെ രാജ്യത്തിന്റെ നേതാവ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ സ്വാധീനമോ അധികാരമോ ഇല്ല. കടുത്ത വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി. കാര്യം ലോകബാങ്കിന്റെ കയ്യിൽ നിന്ന് വായ്പ എടുത്താണ് ആ രാജ്യം ദൈനംദിന ചെലവുകൾ പോലും നടത്തുന്നത്. ലോകബാങ്ക് പറയുന്ന തരത്തിലുള്ള എന്താ പറയുക, ധനകാര്യ നടപടികളാണ്. അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇപ്പോൾ വിമാന കമ്പനി അടക്കം, പാകിസ്ഥാന്റെ വിമാന കമ്പനി അടക്കം വിൽക്കുകയാണ്. കാര്യം അവർക്ക് നിലനിൽപ്പില്ല. അപ്പം ഇത്തരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, പാക് ഭരണകൂടം നിൽക്കുമ്പോൾ, ഒന്നുകിൽ അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും. സാധാരണഗതിയിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുമ്പോഴൊക്കെ പാകിസ്ഥാന്റെ ആഭ്യന്തര സംഘർഷം അത്ര രൂക്ഷമായിരിക്കുന്ന സമയത്ത്, കാരണം ജനവികാരം മാറ്റിവിടുക, ജനശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് സംഘർഷം ഒഴിവാക്കുക. അതായത് അവരുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ ജനങ്ങൾ ഇപ്പോൾ അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പല ഇതുണ്ടല്ലോ, ഇപ്പോൾ പഞ്ചാബും സിന്ധും തമ്മിൽ അടിയാണ്.
അപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ തമ്മിൽ വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള നിരവധിയായ ഭീകര സംഘടനകളുടെ സ്വാധീനവും അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലും നിരന്തരമായി നടക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടം വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ പെട്ടെന്ന് ജനശ്രദ്ധ തിരിക്കുക എന്നുള്ളതിൻ്റെ ഏക സാധ്യത ഇന്ത്യക്കെതിരെയുള്ള യുദ്ധാഹ്വാനോ അല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനമോ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കലുമാണ്. ഏതായാലും ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങേരുടെ ഈ മുസാദിഖ് മാലിക്കിന്റെ ഈ പ്രസ്താവന കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെയാണല്ലോ പറഞ്ഞേക്കുന്നത്. ഇതിനു മുമ്പ് അസീം മുനീർ പറഞ്ഞെന്ന് ഞങ്ങൾ മിസൈൽ അയക്കുമെന്നൊക്കെയാണ്. അതിനു മുമ്പ് നമ്മുടെ ഷെയ്ഖ് ഹസീനയല്ല ബേനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ഞങ്ങൾ ആറ്റം ബോംബ് ഉപയോഗിക്കുമെന്നൊക്കെയാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ അംബാസിഡർ ഹരീഷ് പർവതനേനി അദ്ദേഹം ഇതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനോട്. ഭീകരവാദം അവസാനിപ്പിക്കാതെ ഒരു പരിപാടി നടക്കില്ല. ഈ നമ്മുടെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു വെച്ചത് അങ്ങനെ തന്നെ തുടരും. അത് പുനഃപരിശോധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഭീകരവാദം അവസാനിപ്പിക്കണം, അത് ഇന്ത്യയെ ബോധ്യപ്പെടുത്തുകയും വേണം. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ബോധ്യമാകണം. രണ്ടാമത്തത്, പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിലൊക്കെ ചെന്ന് ആക്ഷേപിക്കുന്നത് ജലത്തെ ഒരു ആയുധമാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ. കാര്യം ഈ ഒരു മനുഷ്യാവകാശ ആ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഈ മനുഷ്യർ വെള്ളം കിട്ടാതെ കുടിവെള്ളം കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആരോപണമാണ് ഇന്ത്യ വെള്ളം തടഞ്ഞു വെച്ച് വെള്ളത്തെ ആയുധമാക്കുന്നു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളിൽ പറയുന്നത്. അതെ അതെ. അപ്പോൾ അതിനെ നമ്മൾ ആ ആക്ഷേപത്തെ നമ്മൾ തള്ളിക്കളയുകയാണ്. കാരണം പാകിസ്ഥാൻ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാകിസ്ഥാനോട് നിരന്തരമായ വ്യവസ്ഥകൾ നമ്മൾ പറഞ്ഞതാണ്, അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ്. ഇനി 1960 എഴുതപ്പെട്ട ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ എഴുതപ്പെട്ട ഒരു കരാറാണിത്. കാലാനുസൃതമായി ഇത് പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ഇതുവരെ ചെവിക്കൊണ്ടിട്ടുമില്ല. കാര്യം അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന 140-ലധികം കോടി ജനങ്ങളുള്ള വലിയൊരു ജനസമൂഹമാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഉള്ള ജലത്തിന്റെ ആവശ്യമല്ല ഇപ്പോഴുള്ളത്. നമുക്ക് കുടിവെള്ളം അതിനനുസരിച്ച് വേണം, ജലവൈദ്യുത പദ്ധതികൾ വേണം, അതേപോലെ കൃഷിക്കുള്ള വെള്ളം വേണം. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഈ കരാർ പുതുക്കണം എന്നുള്ള പറഞ്ഞിട്ട് ഇതുവരെ ഇവർ ചെയ്തിട്ടുമില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ സിന്ധു നദീജല കരാറിൽ കർശനമായ നിലപാടുകൾ എടുക്കുന്നത്. ഏതായാലും 2027 ഇതുകൊണ്ട് എന്താണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് ആ നിലയിലേക്ക് ഇതിന്റെ ജലവിനിയോഗത്തിൽ കാര്യമായൊരു മേധാവിത്വം ഇന്ത്യക്കുണ്ടാകും. ഒരു പക്ഷേ ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷം ഉണ്ടായാൽ അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ജലത്തിന്റെ വിഷയം തന്നെയായിരിക്കും.